യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സുജിത്തിനെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ സംഗമം സംഘടിപ്പിച്ചു. മലപ്പുറത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലായിരുന്നു പ്രതിഷേധം. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC വർക്കിംഗ് അധ്യക്ഷൻ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭയകേന്ദ്രമാകേണ്ട കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് മർദ്ദന മുറകൾക്കുള്ള വേദിയായി മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പോലീസ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധ സദസ്സ് KPCC കേരളത്തിൽ മുഴുവൻ ആഹ്വാനം നൽകിയത്. കേരളത്തിലെ പോലീസിനെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കേരളത്തിലെ പോലീസ് ഇതര സംസ്ഥാനങ്ങളിലെ പോലീസിന് മാതൃകയാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതര മേഖലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമുക്ക് പ്രയാസമുണ്ടാക്കുമ്പോൾ കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഒരു സംസ്കൃത രീതിയിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ പോലീസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുടെ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ അനുവാദത്തോടുകൂടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന 2023 നടന്ന സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നേരെയുള്ള ഒരു കൂട്ടം പോലീസുകാരുടെ ക്രൂരമായ അതിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് പുറത്തു വന്നപ്പോൾ കേരളം ഇന്ന് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോ അല്ല UDF പ്രവർത്തകരോ അല്ല, കേരളത്തിൽ നിയമ സംവിധാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കുടുംബങ്ങൾ, അമ്മമാരുടെയും സഹോദരിമാരും ഇന്ന് ഒരു ചെറുപ്പക്കാരന് നേരിട്ട ഏറ്റവും ക്രൂരമായ മർദ്ദനം ഇന്ന് ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധരണയിൽ PK നൗഫൽ ബാബു, MK മുഹ്സിൻ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.